അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പണിക്കിറങ്ങിട്ടോ. അങ്ങനെ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങാനുള്ള ഡ്യൂട്ടി കാർഡ് വരും. കമ്പനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് തോന്നുന്നത്. വന്ന 5-6 ദിവസത്തേക്ക് ഡ്യൂട്ടി കാർഡും ഇല്ല, ഒന്നുമില്ല. നാട്ടിൽ നിന്ന് വന്ന സങ്കടമൊക്കെ മാറിയിട്ട് അവനെ പണിക്കറിക്കാൻ മതി എന്നൊക്കെ കമ്പനി വിചാരിച്ചു. പക്ഷെ 6 ദിവസം റൂമിൽ ഇരുന്നപ്പോഴേക്കും ബോറടിക്കാൻ തുടങ്ങിട്ടോ. ലാസ്റ്റ് കമ്പനിയിലേക്ക് വിളിച്ച് പണിക്ക് വിളിക്കുമോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഡ്യൂട്ടി കാർഡ് വന്നത്. അങ്ങനെ കമ്പനിയിലെത്തി സൈൻ ഇൻ ചെയ്തപ്പോഴാണ് സെക്യൂരിറ്റി ഒക്കെ മാറി വിവരം ഞാൻ അറിയുന്നത്. എന്ത് സെക്യൂരിറ്റി ആണെങ്കിലും പൂച്ചാണ്ടി സാർ എപ്പോഴും ഉറക്കത്തിലാണ്. കമ്പനിയോടുള്ള ആത്മാർത്ഥത കൂടിയിട്ടാവുന്നുണ്ട്. ഷെഫീഖൊക്കെ അവിടെ വന്ന് ഓട്ടോയിൽ നിന്ന് പറഞ്ഞ് കടന്നുറങ്ങണേ. പിന്നെ എന്തുകൊണ്ടത്തിന് ഞാനിവിടെ ഉറങ്ങാതിരിക്കുന്നത്? അങ്ങനെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്തൊക്കെ പോയി വണ്ടിയൊക്കെ തെരഞ്ഞ് ലാസ്റ്റ് നമ്മളെ വണ്ടി കണ്ടത്. പാർക്കിംഗിൽ നിന്ന് വണ്ടി മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ തുടങ്ങിട്ടോ. വണ്ടിക്ക് എവിടെയെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ, പൊട്ടലുണ്ടോ, ആക്സിഡന്റ് ഉണ്ടോ, ചില്ല് പൊട്ടിനോ, ടയർ ഉണ്ടോ, ഡീസൽ ഉണ്ടോ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടി. എന്നിട്ട് കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. വലിയ വണ്ടി ആയതുകൊണ്ട് ഇപ്പുറത്ത് കൂടെ പോയി അപ്പുറത്ത് കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചെത്തുമ്പോഴേക്കും ഉംറക്ക് ഒരു തവാഫ് ചെയ്ത ടൈം ആവും. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്തതിൽ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടായി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ തലയിലാവും. പല വണ്ടിയും പോലെ ഉടായ്പൊക്കെ തലയെ കയറ്റാൻ വേണ്ടി ഞാനും വീണ്ടും ഇറങ്ങാണ് പടക്കളത്തിലേക്ക്. അതിന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.